ഹായ് ഫ്രണ്ട്സ്, ഷിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ബീഫ് വരട്ടിയതാണ്. എന്നാൽ നമുക്കതിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ബീഫ് വരട്ടാൻ ആവശ്യമായ ചേരുവകൾ കാണാം. തക്കാളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകം. ഞാൻ 2 വലിയ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1.5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലോട്ട് ഇടാം. ഫസ്റ്റ് പെരിഞ്ജീരകം ഇട്ടു. അതിന് ശേഷം അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇടാം. അതിന് ശേഷം പച്ചമുളക്, വെളുത്തുള്ളി ഇടാം. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. നന്നായി അരയേണ്ട, ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നാൽ മതി. ക്രഷ് ചെയ്ത് നന്നായി ക്രഷ്. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 20 ചെറിയുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഒരു സവാള ഇടുന്നുള്ളൂ. 20 ചെറിയുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിൽ നല്ല മണമാണ് ചെറിയുള്ളി ഇട്ട് ബീഫ് വരട്ടിയാൽ. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വന്ന ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മല്ലിപ്പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. നന്നായി ഇളക്കി കൊടുക്കണം, അടിപ്പിടിക്കാതെ നോക്കണം. തക്കാളി 3 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഇളക്കുക. ഇളക്കി കൊടുത്ത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 600 ഗ്രാം ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി നമുക്ക് കുക്കർ മൂടി വെക്കാം. അതിൽ ഞാനൊരു കാര്യം മറന്നുപോയി. 1/2 സ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടി ആവശ്യത്തിനായ വെള്ളം ഒഴിച്ച് കൊടുത്ത്. കുരുമുളക് പറയാൻ മറന്നാണ്. അടച്ച് വെച്ച് വിസിൽ വരുന്നുണ്ട്. ടേസ്റ്റിയായ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വിളമ്പാം. പൊറോട്ടൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയും ഇടിയപ്പത്തിൻ്റെ കൂടിയും എല്ലാം നല്ല കോമ്പിനേഷനാണ്, നന്നായിരിക്കും. പൊറോട്ടൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൽ പോയി കാണുക. ഞാൻ ഉണ്ടാക്കിയ പൊറോട്ടയാണിത്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.